ക്രിസ്ത്യാനികളിലെ വിശുദ്ധരുടെ നിരയിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുതുമുഖമാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. വെറും 15-ാം വയസ്സിൽ ജീവനെ വിടേണ്ടി വന്നിട്ടും തൻ്റെ ചെറിയ ജീവിതകാലം കൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ മഹത്തായൊരു സാക്ഷ്യം അദ്ദേഹം ലോകത്തിന് നൽകി. 1991 ഇറ്റലിയിലെ മിലാനിൽ കാർലോ അക്വിറ്റസ് ജനിച്ചു. ബാല്യം മുതൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ കാർലോയിൽ പ്രകടമായിരുന്നു. മാതാപിതാക്കൾ മതജീവിതത്തിൽ അത്ര സജീവരായിരുന്നില്ലെങ്കിലും കാർലോയ്ക്ക് ദൈവത്തോടും പരിശുദ്ധ കുർബാനയോടുമുള്ള ആകർഷണം ചെറുപ്പത്തിൽ തന്നെ വളർന്നു വന്നു. കാർലോ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി പരിശുദ്ധ കുർബാനയെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാർലോ പറയുമായിരുന്നു, പരിശുദ്ധ കുർബാനയാണ് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ. ദിവസേന കുർബാനയിൽ പങ്കെടുത്ത് ആരാധനയ്ക്കും പരിശുദ്ധ ജ്ഞാനസ്നാനത്തോടുമുള്ള ഭക്തിയിലും കാർലോ വളർന്നു വന്നു. സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും വിശ്വാസത്തിൻ്റെ സ്നേഹവും സന്തോഷവും പങ്കുവച്ച അദ്ദേഹം ക്രിസ്തുവിൻ്റെ സജീവ സാക്ഷിയായി മാറി. ചെറുപ്പം മുതൽ കാർലോയ്ക്ക് കമ്പ്യൂട്ടറിൽ അസാധാരണ കഴിവുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യയെ വിനോദത്തിനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടി മാത്രം കാർലോ ഉപയോഗിച്ചിരുന്നില്ല. മറിച്ച് കുർബാന മഹിമകൾ അഥവാ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് ലോകമെമ്പാടുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചു. ഇന്നും നിരവധി പേർ വിശ്വാസത്തിലേക്കും ദൈവ അനുഭവത്തിലേക്കും ഈ വെബ്സൈറ്റിലൂടെ നയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കാർലോയെ ഇന്റർനെറ്റിന്റെ വിശുദ്ധനെന്നും വിളിക്കുന്നു. 2006 കാർലോയെ ലുക്കീമിയ ബാധിച്ചു. വലിയ വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടും അദ്ദേഹം ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. തൻ്റെ മരണം ലോകത്തിനു വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് 2006 ഒക്ടോബർ 12 കാർലോ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് കാർലോ പറഞ്ഞ വാക്കുകൾ ഇന്നും അനേകരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഞാൻ മരിക്കുന്നില്ല, എൻ്റെ ജീവിതം ദൈവത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. 2020 ഒക്ടോബർ 10 അസീസിയിൽ നടന്ന ചടങ്ങിൽ പോപ്പ് ഫ്രാൻസിസ് കാർലോ അക്വിറ്റസിനെ അനുഗ്രഹീതനായി പ്രഖ്യാപിച്ചു. യുവജനങ്ങളുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ പുതുമ നിറച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മാതൃക ഇന്നും ലോകമെമ്പാടുമുള്ള അനേകർക്ക് പ്രചോദനമാണ്. തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം 2025 സെപ്റ്റംബർ 7 കാർലോ അക്വിറ്റസ് വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടു. കാർലോയുടെ ജീവിതം അസാധ്യമോ ദൂരെയോ അല്ല. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് തന്നെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാം വിശുദ്ധരാകാൻ പരിശ്രമിക്കേണ്ടതെങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധ കാർലോയെ, നിന്നെപ്പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവന് അനുരൂപപ്പെടുവാനും ഞങ്ങളെ സാധ്യമാക്കണമേ.